ഹലോ കൂട്ടുകാരെ, അങ്കമാലി മാങ്ങാക്കറി എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവർ കുറവായിരിക്കും. അപ്പോൾ അതൊരു വെജിറ്റേറിയൻ വെർഷനാണ്. അതിൻ്റെ തന്നെ ഒരു നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള അങ്കമാലി മീൻ മാങ്ങാക്കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ? അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യമേ തന്നെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ അത് കളഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി പുരട്ടി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടുവേ. അതവിടെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു ചട്ടി എടുക്കാം. ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ചൂടാക്കൊന്നും വേണ്ട. അല്ലാതെ തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഇത് തയ്യാറാക്കി എടുത്തിട്ട് വേണം അടുപ്പത്തോട്ട് വയ്ക്കാൻ കേട്ടോ. അതിനായിട്ട് ആദ്യമേ തന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുക്കാം, അല്ലെങ്കിൽ ഉള്ളി പകുതി സവാള പകുതി അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണേ. നമ്മൾ മാങ്ങയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ അരപ്പിന് വേണ്ടിയുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് നല്ലതുപോലെ തന്നെ ഞെരടിയെടുക്കണം. നമ്മുടെ ആ ഉപ്പ് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഞെരടി എടുക്കുമ്പോൾ തന്നെ സവാളയാണെങ്കിലും ഉള്ളിയാണെങ്കിലും നല്ലതുപോലെ അതൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. അതിനുശേഷം നമ്മൾ ആ കൈയുടെ ചൂടിൽ തന്നെ ഉള്ളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. അതുവരെ ഒന്ന് ഞെരടിയെടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് വിനീഗറാണ് കേട്ടോ. നമ്മൾ അങ്കമാലി മാങ്ങാക്കറി വയ്ക്കുമ്പോൾ അത് മെയിനായിട്ടുള്ളൊരു സാധനമാണ് വിനീഗർ. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയേ. നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം, മസാലയുടെ അനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ കൈകൊണ്ട് നല്ലതുപോലെ നേരത്തെ നമ്മൾ ഞെരടിയെടുത്ത പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ആ മസാല നല്ലതുപോലെ അതിനകത്ത് കിടന്നുകൊണ്ട് നമ്മുടെ കയ്യിലെ ചൂടിൽ തന്നെ അതൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൈ കൊണ്ട് ഞെരടിയെടുക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങളും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്താൽ മതി. വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മാങ്ങയൊക്കെ. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2-ാം പാലാണ്. അധികം കട്ടിയില്ലാത്ത 2-ാം പാലിലിട്ട് വേണം നമ്മളിതിന് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടത് 2-ാം പാലും 1-ാം പാലും വേണം. ആദ്യമേ നമുക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് 2-ാം പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കയ്യിൽ പൊടി അതിൻ്റെ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മീനൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയെ. ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വയ്ക്കാം. അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയൊക്കെ ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കേരമീനാണ്. ഒരു 1/2 കിലോ തൊട്ട് 3/4 കിലോ അളവ് വരും കേട്ടോ കേരമീൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് മാങ്ങയൊക്കെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി മീൻ ഇട്ടതിന് ശേഷം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മീനൊക്കെ വെന്ത് ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്തേക്കണം. ജസ്റ്റ് ആ ചട്ടിയുടെ ചൂടിൽ തന്നെ നമ്മുടെ 1-ാം പാലിൻ്റെ ആ ഒരു ഇതൊക്കെ ചൂടായി വന്നോളും. വേറെ തീ ഓണാക്കി കൊടുക്കണ്ട, തീ ഓഫ് ചെയ്തേക്കാം അപ്പം തന്നെ. അതിനുശേഷം ലാസ്റ്റ് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാനിവിടെ ഉള്ളിയും കറിവേപ്പിലയും കൂടി നല്ലപോലെ മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഉള്ളിയും കറിവേപ്പിലയും ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ അങ്കമാലി മീൻ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.